ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ SSLC വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ 3rd യൂണിറ്റിൽ വില്യം ബട്ട്ലർ യെറ്റ്സിൻ്റെ ദ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന കവിതാ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ എജുക്ക ഹബിൻ്റെ ചാനലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം പഠിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ആദ്യം നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അപ്രീസിയേഷൻ പഠിക്കുന്നു. അതിനുശേഷമാവും ഓരോ വരികൾക്കിടയിലുമുള്ള അർത്ഥം പഠിക്കുന്നത്. ഓരോ 4 വരികൾക്ക് ശേഷവും നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട അർത്ഥങ്ങളും അതോടൊപ്പം തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും വിശദമായി തന്നെ ഞാൻ വിവരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തുക. ആദ്യം നമുക്ക് അപ്രിസിയേഷൻ പഠിച്ചു തുടങ്ങാം. V.B. Yeats, an Irish poet and one of the noted figure of the 20th century literature. വില്യം ബട്ട്ലർ യെറ്റ്സ് അദ്ദേഹം ഒരു ഐറിഷ് പോയിറ്റാണ്, അഥവാ അയർലാൻഡുകാരനായ കവിയാണ്. വൺ ഓഫ് ദ നോട്ടഡ് ഫിഗർ ഓഫ് ദ 20th century literature. 20ാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിൽ ശ്രദ്ധേയനായ ഒരാൾ കൂടിയായിരുന്നു വില്യം ബട്ട്ലർ യെറ്റ്സ്. Depicts in this poem the poverty and extreme religiosity of the Irish rural life of his time. അദ്ദേഹം ഈ പോയത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്, ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത് ഐറിഷ് റൂറൽ ലൈഫിലെ അഥവാ അയർലൻഡിലെ ഗ്രാമീണ ജീവിതത്തിലെ പോവർട്ടി, ദാരിദ്ര്യവും ആൻഡ് എക്സ്ട്രീം റിലീജിയോസിറ്റി, അങ്ങേ അറ്റത്തെ മതപ്രതിബദ്ധതയുമാണ്, അഥവാ അങ്ങേ അറ്റത്തെ ധാർമ്മികതയും കൂടിയാണ്. ഇതാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്. ദിസ് പോയം ടെൽസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് പ്രീസ്റ്റ് ഫാദർ ഗില്ലിഗൻ. ഈ പോയത്തിൽ ഒരു കഥയാണ് പറയുന്നത്. ആരുടെ കഥയാണ് പറയുന്നത്? An old priest ഫാദർ ഗില്ലിഗൻ, ഒരു പ്രായമായ പള്ളി വികാരിയുടെ കഥയാണ് പറയുന്നത്. പ്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരി എന്ന് പറയും. ഹാഫ് ഓഫ് ഹിസ് പീപ്പിൾ ഇൻ ദി പാരിഷ് വെയർ either in sick bed or already dead due to an epidemic. Half of his people in the parish, ഇടവകയിലെ പകുതി പേരും, പാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക, വേർ ഐച്ചർ ഇൻ സിക്ക് ബെഡ്, അതായത് ബെഡിലായിട്ടുണ്ട്, കിടപ്പിലായിട്ടുണ്ട്, ഓർ ഓൾറെഡി ഡെഡ്, അല്ലെങ്കിൽ ആദ്യം തന്നെ മരിച്ചിട്ടുണ്ട്, ഡ്യൂ ടു ആൻ എപ്പിഡമിക് ബാധിച്ചുകൊണ്ട്, പകർച്ചവ്യാധി ബാധിച്ചുകൊണ്ട് ഇടവകയിലെ പകുതി പേരും മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതി പേരും കിടപ്പിലായിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഫാദർ ഗില്ലിഗൻ വാസ് ഇൻ സർവീസ് ഓഫ് ദം. അപ്പോൾ ഫാദർ ഗില്ലിഗൻ ഉണ്ടല്ലോ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവരുടെ സേവനത്തിലായി മുഴുകിയിട്ടുണ്ട്. രാത്രിയും പകലും അദ്ദേഹം സേവനം ചെയ്തതിൻ്റെ പേരിൽ ആൻഡ് ഹി വാസ് വെരി ടയർഡ് ആൻഡ് വീക്ക്, അദ്ദേഹം വളരെ ക്ഷീണിതനും അവശനുമായി കാണപ്പെട്ടു. ഹി കുഡ് നോട്ട് അറ്റൻഡ് ടു വൺ സിക്ക് മാൻസ് ലാസ്റ്റ് മൊമെൻറ്റ്സ്, അദ്ദേഹത്തിന് അവസാന നിമിഷം ഒരു രോഗിയെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഹാസ് ഹി ഫെൽ അസ്ലീപ് സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ. എന്തുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നത്? അദ്ദേഹം തൻ്റെ ചെയറിലിരുന്നു കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോകുകയായിരുന്നു. Realizing that he failed to do his duty, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ
വീഴ്ച വരുത്തിയെന്ന് മനസ്സിലാക്കിയ ഫാദർ നെക്സ്റ്റ് ഡേ മോർണിംഗ് in great grief Father Gilligan rode on his horse to the man's house. അടുത്ത ദിവസം രാവിലെ ഗ്രേറ്റ് ഗ്രീഫ് ഫാദർ ഗില്ലിഗൻ വളരെ ദുഃഖിതനായ ഫാദർ റോഡ് ഓൺ ഹിസ് ഹോഴ്സ് ടു ദ മാൻസ് ഹൗസ്. ആ രോഗമായി കിടന്ന മനുഷ്യൻ്റെ വീട്ടിലേക്ക് തൻ്റെ കുതിരമേൽ യാത്ര ചെയ്യുകയാണ്. Where his wife told the priest that her husband had already died, and she asked him why he came again. Where അവിടെ his wife told the priest, അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ വികാരിയോട് പറഞ്ഞു, പ്രീസ്റ്റിനോട് പറഞ്ഞത് എന്താണ്? That her husband had already died. അവരുടെ ഭർത്താവ് എപ്പോഴോ മരിച്ചുപോയി എന്നും പറഞ്ഞു. ആൻഡ് ഷീ ആസ്ക്ഡ് ഹിം വൈ ഹീ കെയിം അഗെയിൻ. പിന്നീട് നിങ്ങൾ എന്തിനാണ് വീണ്ടും വന്നതെന്ന് അവൾ ഫാദറിനോട് ചോദിക്കുകയാണ്. ഫ്രം ഹെർ ക്വസ്റ്റ്യൻ ഫാദർ അണ്ടർസ്റ്റുഡ്. അവരുടെ ആ ചോദ്യത്തിൽ നിന്ന് ഫാദർ മനസ്സിലാക്കി ദാറ്റ് ഇൻ ഹിസ് ആബ്സെൻസ് ഗോഡ് ഹാഡ് സെൻറ്റ് ആൻ ഏഞ്ചൽ ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ദൈവം മാലാഖയെ അഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഫാദർ മനസ്സിലാക്കുകയാണ്. He knelt and cried in repentance and thanked God for his mercy. He knelt. ഇതങ്ങ് കേട്ടപ്പോൾ അദ്ദേഹം മുട്ടുകുത്തി നിന്നു. And cried in repentance. ആത്മാനുഭൂതിയിൽ അദ്ദേഹം കരഞ്ഞു പോകുകയാണ്. റെപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആത്മാനുഭൂതി, ആത്മീയതയിൽ. ആൻഡ് താങ്ക്ഡ് ഗോഡ് ഫോർ ഹിസ് മേഴ്സി. അദ്ദേഹം ദൈവത്തിൻ്റെ കരുണയിൽ നന്ദി പറയുകയാണ്. ദ ഓൾമൈറ്റി ഗോഡ് ഹാവിംഗ് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കൺട്രോൾ. ദ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം, ഹാവിംഗ് പ്ലാനറ്റ്സ് ഇൻ ഹിസ് കൺട്രോൾ, ഗ്രഹങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന ദൈവം, ഷോവ്ഡ് മേഴ്സി അപ്പോൺ ദ ലീസ്റ്റ് ഓഫ് ഹിസ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ദ പ്രൈസ്റ്റ്. വികാരിയെപ്പോലുള്ള ഈ ഭൂമിയിലെ ചെറിയ സൃഷ്ടിയോട് പോലും അദ്ദേഹം കരുണ കാണിച്ചു. എ പവർഫുൾ ബട്ട് മേഴ്സിഫുൾ ഗോഡ്. ഒരു സർവശക്തനായ കരുണയുള്ള ദൈവത്തെ ആൻഡ് എ പ്യൂസ് ആൻഡ് ഡ്യൂട്ടിഫുൾ പ്രൈസ്റ്റ് ആർ സീൻ ഹിയർ. അതുപോലെ തന്നെ ഒരു പ്യൂസായ ദൈവഭക്തിയുള്ള ഡ്യൂട്ടിഫുള്ളായ ഉത്തരവാദിത്തമുള്ള ഒരു വികാരിയെയും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. സർവശക്തനായ കരുണയുള്ള ദൈവത്തെയും ഉത്തരവാദിത്തമുള്ള ദൈവഭക്തിയുള്ള വികാരിയെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ദിസ് പോയം ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ദ ക്ലാസ് ഓഫ് പോയംസ്. ഈ ഒരു പോയം ഒരു ക്ലാസ് ഓഫ് പോയത്തിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഓർ സോങ്സ് കാൾഡ് ബല്ലാഡ്. ഇതിനെ നമുക്ക് ബല്ലാഡ് എന്ന് വിളിക്കാം, അഥവാ നാടോടിപ്പാട്ടെന്ന് വിളിക്കാം. It is written in multiple stanzas of 4 lines. ഇത് എഴുതിയിട്ടുള്ളത് 4 ലൈനുള്ള മൾട്ടിപ്പിൾ സ്റ്റാൻസ് ആയിട്ടാണ്, അഥവാ അതിനെ വിളിക്കുന്നത് ക്വാട്രൈൻ എന്നാണ്. കീപ്പിംഗ് എ റെഗുലർ റൈം സ്കീം ഓഫ് ABCB. ഓരോ സ്റ്റാൻസയിലും കീപ്പ് ചെയ്തിട്ടുള്ള റൈം സ്കീം ABCB ആണ്. എന്താണ് റൈം സ്കീം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന പോയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. It tells the story of an old priest and deals with the theme of his piety, the church. It tells the story of an old priest. ഇവിടെ പറയുന്നത് ഒരു
പ്രായമായ വികാരിയുടെ കഥയാണ്. ആൻഡ് ഡീൽസ് വിത്ത് ദ തീം ഓഫ് ഹിസ് പീറ്റി. അദ്ദേഹത്തിൻ്റെ ഈശ്വര ഭക്തിയെക്കുറിച്ചുള്ള ഒരു തീമാണ്. ദ ഡെത്ത്, അതേപോലെ തന്നെ മരണം. ആൻഡ് ഡെസ്റ്റിനിറ്റി ഓഫ് ഹിസ് പാരിഷനേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഇടവകക്കാരുടെ ദൈവിക വിധിയെക്കുറിച്ചുമാണ് പറയുന്നത്. ആൻഡ് അബവ് ഓൾ, അതിനേക്കാൾ ഉപരി, ദ ബൗണ്ട്ലെസ് mercy ഓഫ് God. ഇവിടെ വിശദീകരിക്കുന്ന മെയിൻ തീം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അതിരുറ്റ കാരുണ്യത്തെയാണ്. ബൗണ്ട്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരറ്റ എന്നുള്ള അർത്ഥമാണ്. The setting of the poem is a countryside. ഈ പോയത്തിൻ്റെ സെറ്റിങ്സ്, പശ്ചാത്തലം എന്ന് പറയുന്നത് എ കൺട്രി സൈഡാണ്, ഗ്രാമീണ മേഖലയാണ്. dwelled by poor people, പാവപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന ഗ്രാമീണ മേഖലയാണ് ഈ പോയത്തിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. The mentioning of the fathers riding a horse by rocky line and fen and places like Greensword beautifully picturize the village settings. The mentioning of the fathers riding a horse. ഇവിടെ ഫാദർ ഒരു കുതിര സവാരി ചെയ്യുന്നത് പറയുന്നുണ്ട്. ബൈ റോക്കി ലൈൻ, പാറക്കെട്ടുകളുള്ള ഇടനാഴികൾ കൂടി. റോക്കി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കെട്ടുകളുള്ള ഇടനാഴി എന്നാണ് അർത്ഥം. ആൻഡ് ഫെൻ, ഫെൻ എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലയം, വെള്ളം കെട്ടി നിൽക്കുന്നൊക്കെ സ്ഥലം. ആൻഡ് ഫേഴ്സസ് ലൈക്ക് ഗ്രീൻ സോഡ്, അതുപോലെ തന്നെ പുൽത്തകിട്. സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുൽത്തകിട് എന്നൊക്കെ പറയാം, പച്ച പുൽത്തകിടുകളുണ്ടല്ലോ. ബ്യൂട്ടിഫുള്ളി പിക്ചറൈസ് ദ വില്ലേജ് സെറ്റിങ്സ്. ഇതെല്ലാം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ് നമ്മുടെ എഴുത്തുകാരൻ. ഇതോടൊപ്പം നമ്മുടെ കവിതാ ഭാഗത്തുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്രിസിയേഷൻ പൂർണ്ണമാക്കാം. നമുക്കിനി പാഠഭാഗങ്ങളുടെ വരികൾക്കിടയിലെ അർത്ഥവും അതോടൊപ്പം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കൂടി പഠിക്കാം. ഈ കവിതയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ടച്ചിങ് നറേറ്റീവ് that illustrate how God intervenes in the life of an earnest priest at a time of immense need. വളരെ സ്പർശിക്കുന്ന ഒരു നറേറ്റീവാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്താണ് ചിത്രീകരിച്ചിട്ടുള്ളത്? How God intervenes in the life of an earnest priest at a time of immense need. ഒരു വികാരിക്ക് വളരെ ആവശ്യം വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വരികളുടെ അർത്ഥം നോക്കാം. The old priest Peter Gilligan was weary night and day. ആ പ്രായമായ പ്രീസ്റ്റ് ഉണ്ടല്ലോ, പുരോഹിതനായ പീറ്റർ ഗില്ലിഗൻ, വാസ് weary night and day, രാത്രിയും പകലും ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടത്. weary എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ. For half his flock were in their beds. അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ പകുതി പേരും കിടപ്പിലാണ്. ഹിസ് ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക എന്ന് കൊടുക്കാം. ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ, അതുമല്ലെങ്കിൽ പച്ച മണ്ണിനടിയിലുമാണ്. ശ്രദ്ധിക്കുക, അവിടെ ഉദ്ദേശിക്കുന്നത് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഫാദറുടെ ഇടവകയിൽ പകർച്ചവ്യാധി വന്നിട്ട് പലരും മരണത്തോട് മല്ലിടുകയാണ്. അതോടൊപ്പം തന്നെ പലരും മരിച്ച് മണ്ണിനടിയിലായിട്ടുണ്ട്. അങ്ങനെ ഫാദർ അന്ത്യകൂദാശ ചെയ്യാനായിട്ട് ഓടി നടക്കുകയാണ് രാവും പകലും. അങ്ങനെ അദ്ദേഹം ക്ഷീണിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് വരികളുടെ അർത്ഥം ഇംഗ്ലീഷിൽ മനസ്സിലാക്കാം. ഫാദർ ഗില്ലിഗൻ, ദ ഓൾഡ് ആൻഡ് ടയർഡ് നൈറ്റ് ആൻഡ് ഡേ. ഫാദർ ഗില്ലിഗൻ രാത്രിയും പകലും വളരെ ക്ഷീണിതനാണ്. ബിക്കോസ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ റെസിഡൻറ്റ് അണ്ടർ ഹിസ് പാരിഷ് വേർ either in their beds being sick.
എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ പകുതി പേരും രോഗം ബാധിച്ച് കിടപ്പിലോ ആൻഡ് ഡിക്രിപ്റ്റ് അല്ലെങ്കിൽ തളർന്നിരിക്കുകയോ ആണ്. ഓർ ഇൻ their graves with grass growing on their fuel. അതുമല്ലെങ്കിൽ അവരുടെയൊക്കെ ശവക്കല്ലറയിൽ പുല്ല് മുളച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പലരും മരിച്ചു വീണിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിലൊരു മെറ്റാഫർ ഉണ്ട്. ഫോർ ഹാഫ് ഈസ് ഫ്ലോക്ക് വെയർ ഇൻ their ബേർഡ്സ് ഓർ അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ. അത് ഇവിടെ രോഗത്തെയും മരണത്തെയും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. എന്താണ് മെറ്റഫർ എന്ന് കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അലിട്രേഷനാണ് പിന്നീടുള്ളത്. ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക്. മറ്റൊന്ന് വിഷ്വൽ ഇമേജ് ആണ്, അത് ഗ്രീൻ സോഡ്സ് ആണ്. ശേഷം റൈം സ്കീം വരുന്നത് ABCB ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയുടെ വരികളുടെ അർത്ഥം നോക്കാം. Once while he noted in a chair at the moth hour of the eve. Once ഒരിക്കൽ while he noted in a chair, അദ്ദേഹം കസേരയിൽ ഇരുന്നു കൊണ്ട് തലയാട്ടുകയാണ്, സമ്മതം മൂളുകയാണ്. നോട്ടഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക. at the moth hour of the eve, അതായത് ഒരു സന്ധ്യാസമയത്തോട് അടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തിൽ. Another poor man sent for him. അദ്ദേഹത്തെ തേടിക്കൊണ്ട് ഒരാൾ വരികയാണ്. And he began to grieve. ഇങ്ങനെ സമ്മതം മൂളിയാൽ പോലും അദ്ദേഹം അതീവ ദുഃഖിതനാവാൻ തുടങ്ങുകയാണ്. ഗ്രീവ് എന്ന് പറഞ്ഞാൽ ദുഃഖിതനാവുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. It so happened that he noted on his chair at the moth hour of evening. വൈകുന്നേരം സമയത്ത്, സന്ധ്യയോടടുക്കുന്ന സമയത്ത് അദ്ദേഹം ചെയറിലിരുന്നു കൊണ്ട് തലയാട്ടുകയാണ്, സമ്മതം മൂളുകയാണ്. When a sick and dying man sent for him to perform the rites of extreme unction. അതായത് ഒരു രോഗിയായ മനുഷ്യനെ അന്ത്യകൂദാശ ചെയ്യുവാൻ വേണ്ടിക്കൊണ്ട് ഒരാൾ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടിക്കൊണ്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്റ്റാൻസയുടെ ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാം. ഇതിൽ വിഷ്വൽ ഇമേജ് ആയിട്ടുള്ളത് മോത്താണ്. റൈം സ്കീം വന്നിരിക്കുന്നത് ABCB. അടുത്ത സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. I have no rest, nor joy, nor peace, for people die and die. I have no rest. എനിക്ക് വിശ്രമമില്ല. നോർ ജോയ്, എനിക്ക് സന്തോഷമില്ല. നോർ പീസ്, എനിക്ക് സമാധാനമില്ല. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ, ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഫാദർ പറയുകയാണ്. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, God forgive my body spake not. And after cried he, അങ്ങനെ പറഞ്ഞതിന് ശേഷം പശ്ചാത്താപത്തോടു കൂടി അദ്ദേഹം പറയുകയാണ്, God forgive, ദൈവമേ എന്നോട് ക്ഷമിക്കണേ. My body spake not. എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് അദ്ദേഹം പശ്ചാത്താപിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ സ്പേക്ക് എന്ന് പറയുന്ന വാക്ക് സ്പീക്കിൻ്റെ V2 ഫോമായ സ്പോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അഥവാ പറഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇംഗ്ലീഷിൽ അതിൻ്റെ മീനിങ് നോക്കാം. Soon he began to complain that. പെട്ടെന്ന് തന്നെ അദ്ദേഹം കംപ്ലൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്, പരാതിപ്പെടാൻ തുടങ്ങുകയാണ്. That he had no rest. അദ്ദേഹത്തിന് വിശ്രമമില്ല. No joy, സന്തോഷമില്ല. Or peace, സമാധാനമില്ല. Since people continued to die in his area, അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സമാധാനമില്ല, റെസ്റ്റില്ല, സന്തോഷമില്ലെന്ന് പരാതിപ്പെടുകയാണ്. റിയലൈസിങ് ഹിസ് മിസ്റ്റേക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയപ്പോൾ he asked God's forgiveness by saying that
It was his tired body that spoke those words, and the words had not come out from his heart. അദ്ദേഹം ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച ബോഡി സംസാരിച്ചതാണ്. അതല്ലാതെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ടോ ആയിരുന്നില്ല അദ്ദേഹം സംസാരിച്ചതെന്ന്. ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് നോക്കാം. അലിട്രേഷൻ ആണ് വന്നിട്ടുള്ളത്. നോ റെസ്റ്റ് നോർ ജോയ്. അതുപോലെ തന്നെ മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് കൂടിയുണ്ട്. അത് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അഥവാ റൈം സ്കീം. ABCB ആണ് റൈം സ്കീം. എല്ലാ സ്റ്റാൻസയിലും ABCB ആണ് ഇവിടെ റൈം സ്കീം നമ്മുടെ കവി നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത പാർട്ടുകളിലായി പഠിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.